ഹായ്, പുതിയതിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പ്രൈം വീഡിയോയിലൂടെ OTT റിലീസ് ചെയ്ത വെബ് സീരീസ് സിറ്റാഡൽ ഹണി ബണ്ണി ഹിന്ദി വെബ് സീരീസാണ്. ഇത് 6 എപ്പിസോഡായിട്ടാണ് ഈ ഒരു വെബ് സീരീസ് റിലീസാക്കിയിരിക്കുന്നത്. ഡയറക്ടർ രാജ് ആൻഡ് DK, റൈറ്ററും രാജ് ആൻഡ് DK ആണ്. കൂടെ തന്നെ സീത ആർ മേനോനും ഉണ്ട് റൈറ്റർ. പിന്നെ ഇതിനകത്ത് ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് സുമിത് അറോറ. ആക്ഷൻ ഡ്രാമ സ്പൈ ഏജൻറ്റിൽ പെടുന്ന ഒരു വെബ് സീരീസാണ് ഇത്. സ്റ്റാറിങ് വരുൺ ധവാനും സമന്ത ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വെബ് സീരീസ് കാണാൻ തന്നെ തയ്യാറായത്. സമന്ത ചേച്ചി പൊള്ളിയായിട്ടുണ്ട്. അതായത് ആക്ഷൻ രംഗങ്ങളൊക്കെ കിടിലിനാക്കിയിട്ടുണ്ട്. വെബ് സീരീസ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ 2000-ലാണ് തുടങ്ങുന്നത് കാണിക്കുന്നത്. അതായത് പ്രസൻറ്റ് കാലഘട്ടമാണ് 2000, പിന്നെ 92. ഈ 2 കാലഘട്ടങ്ങളെ തമ്മിൽ മിങ്കിളാക്കി, അത് സിങ്കാക്കി കാണിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ അത് വിജയിച്ചിട്ടുണ്ട്. ആ ഒരു മേക്കിംഗ് വിജയിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഇതിനകത്ത് നെഗറ്റീവ് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതൊരു 6 എപ്പിസോഡ് വരെ പോകേണ്ട ആവശ്യം എനിക്ക് തോന്നിയില്ല. കാരണം ഇതൊരു 4 എപ്പിസോഡോ അല്ലെങ്കിൽ ഒരു സിനിമയായിട്ട് OTTയിൽ അങ്ങനെ ഇറക്കിയെങ്കിൽ ഇതിലും നല്ലതായിട്ട് വന്നതെന്ന് എനിക്ക് തോന്നി. ഇതൊരു പകുതി എപ്പിസോഡ് ഇതിനകത്ത് ലാഗായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് കണ്ട് തീർത്തതെന്ന് പറഞ്ഞാൽ 2 ദിവസം എടുത്താണ് ഇത് ഞാൻ കണ്ടു തീർത്തത്. 6 എപ്പിസോഡ്. അതായത് ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1.25 മണിക്കൂറിന് മേളിലുണ്ട്. ഏകദേശം എന്നുവെച്ചാൽ 1 മണിക്കൂർ അടുപ്പിച്ചുണ്ട് ഈ ഒരു 6 എപ്പിസോഡും. ഈ സൂര്യയുടെ നടിപ്പിൻ നായകൻ സൂര്യയുടെ കാര്യം പറഞ്ഞതിൻ്റെ കൂട്ടാണ് സമന്തിയുടെ കാര്യം. ഒരു കിട്ടുന്ന റോള് എത്രത്തോളം നല്ലതാക്കാൻ പറ്റുന്നോ അത്രത്തോളം നല്ലതാക്കാൻ പുള്ളിക്കാരിയും ശ്രമിച്ചിട്ടുണ്ട്. അത് നമുക്ക് അറിയാനുണ്ട്. ഓരോ എഫേർട്ട് നമുക്ക് അറിയാനുണ്ട്. അതൊരു 2-3 ഫൈറ്റ് സീനുണ്ട്. ആ കിടിലൻ ഫൈറ്റ് സീനാണ്. പിന്നെ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് സീനുകളുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ വരുൺ ധവാൻ എൻ്റെ പെയറിംഗായിട്ട് വരുന്നതാണ്. വരുൺ ധവാൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ 92-ലോട്ട് പോവുക. 92 എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലൊക്കെ ഡ്യൂപ്പൊക്കെ ചെയ്തിരിക്കും. ഡ്യൂപ്പ് ചെയ്യുന്ന ആയിട്ടാണ് പുള്ളി ഒരു സ്റ്റണ്ട് ഡ്യൂപ്പ് ചെയ്യുന്നതായിട്ടാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. അതായത് പുള്ളിക്കാരന് വേറെ സൈഡ് ഒരു ബിസിനസ്സും ഉണ്ട്. ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സമന്തയെ കണ്ടുമുട്ടുന്നത് ഇതേപോലെയൊക്കെ തന്നെ. അതായത് സമന്ത എന്ന് പറഞ്ഞ ഒരു ഒന്നും ഇല്ലാത്തടത്ത് നിന്ന് ജോലി അന്വേഷിച്ച് നടക്കുന്ന, ഒന്നുമില്ല, ഈ ഹോസ്റ്റൽ റൂമിൽ നിന്ന് പൈസ ഇല്ലാത്തതുകൊണ്ടൊക്കെ അങ്ങ് വെളിയിറക്കി വിടുന്നത്, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പോയേക്കുന്നത്. എന്നിട്ട് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്, ഇവർ തമ്മിൽ ഒരു ഏജൻറ്റായിട്ട് മാറുന്നത്. അതായത് ഒരു ചെറിയൊരു മോഷണ രീതിയിലുള്ള ഒരു ഏജൻറ്റായിട്ട് മാറുന്നുണ്ട്. ഇതിനകത്ത് സിമ്രാനുണ്ട്, തലയിൽ ഫാസൽ വിജയുണ്ട്. തലയിൽ ഫാസൽ വിജയൊക്കെ കുറച്ച് നേരമേ ഉള്ളൂ, എങ്കിലും അത് കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ സിമ്രാനും വലിയ ഒരു റോളല്ല, എങ്കിലും കുഴപ്പമില്ല. ടോട്ടലി ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു സിനിമയായിട്ടോ അങ്ങനെ ഇറക്കിയായിരുന്നെങ്കിൽ ഇതിലും നല്ലതായിട്ടാണ് എനിക്ക് തോന്നി. ഭയങ്കര ലാഗായിട്ട് 2 ദിവസം എടുത്താണ് ഇത് കണ്ടു തീർത്തത്. ഭയങ്കര ലാഗായിരുന്നു. ലാഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2-3 എപ്പിസോഡിൻ്റെ ആവശ്യമില്ലായിരുന്നു. ആദ്യത്തെ 2 എപ്പിസോഡും പിന്നെ ലാസ്റ്റ് എപ്പിസോഡും ഉണ്ടല്ലോ, അത് മാത്രമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ 4-മത്തെ ഒരു എപ്പിസോഡുണ്ട്. അതിനകത്ത് തുടക്കം ഒരു സമന്ത ചേച്ചിയുടെ ഒരു ഫൈറ്റ് മാത്രമേ എടുത്തു പറയാനുള്ളൂ. ബാക്കിയൊന്നും അതിനകത്ത് കുറച്ച് സീനി കാണിക്കേണ്ടത് വലിച്ചു നീട്ടി കൊണ്ടുപോയി കാണിച്ചേക്കുന്നതല്ല. അതിനകത്ത് കൂടുതൽ എനിക്കതൊന്നും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ടോട്ടലി ഇതിനകത്ത് മേക്കിങ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ആക്ഷൻ രംഗങ്ങൾ നല്ല രീതിയിൽ, അതായത് നമുക്കിടെ ഈ വെച്ച് കെട്ടി റോപ്പ് കെട്ടി പറപ്പിയിൽ ഫൈറ്റൊന്നുമല്ല. നമ്മൾ ഒറിജിനാലിറ്റി എങ്ങനെ ഫൈറ്റ് കൂടുന്നു, അത് ദേഹത്ത് കൊള്ളുന്ന പോലെയൊക്കെ തോന്നും. അതേപോലത്തെ കിടിലൻ ഫൈറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ ക്ലൈമാക്സിൽ ഇപ്പം ഉള്ളതാണ് പബ്ജിയുടെ ഗെയിം ഇല്ലയോ, അതേപോലെ അവസാനം ഒരു നല്ലൊരു ഷൂട്ട് ചെയ്യുന്ന സീനൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്. അത് നല്ലോണം എടുത്തും വെച്ചിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ ഒരു ഹോളിവുഡ് ടൈപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ഈ ഒരു വെബ് സീരീസ് എന്ന് പറഞ്ഞാൽ സമന്തയെ താങ്ങിയാണ് പോയേക്കുന്നത്. അവരുടെ കയ്യിൽ പാസ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒരു സാധനം വന്ന് അകപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ വെബ് സീരീസ് കണ്ടുമ്പോൾ മനസ്സിലായിക്കോ. അത് തേടി വരുന്ന കുറച്ച് പേര്, അതിനെ എതിർത്ത് നിൽക്കുന്ന നായിക. ഇതാണ് എൻ്റെ ഒരു തീം ആയിട്ട് പറയാനുള്ളത്. അത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് രണ്ട് എപ്പിസോഡെങ്കിലും ഇതൊന്ന് വെട്ടിക്കുറച്ചെങ്കിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് വെച്ച് വലിച്ചു നീട്ടിയതിൻ്റെ കൂട്ടായിപ്പോയി. എനിക്കൊരു എബോവ് ആവറേജ് നിൽക്കുന്ന ഒരു വെബ് സീരീസ് ആയിട്ടാണ് തോന്നിയത് സിറ്റാഡൽ ഹണി ബണ്ണി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ഇട്ട് ബൈ.